അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. 5 വിഭാഗ ആൾമാർ നിസ്കരിച്ചിട്ടുണ്ടായെങ്കിൽ അങ്ങനെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കില്ലാണ്ട് പൊന്നാറ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ പഠിപ്പാട്ടും. അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ടായെങ്കിൽ അങ്ങനെ നിസ്കാരം അള്ളാഹു വേണ്ട, അള്ളാഹു തൃപ്തിയില്ല, അങ്ങനെ നിസ്കാരം അള്ളാഹു കബൂലാക്കില്ല, അങ്ങനെ അള്ളാഹു ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കില്ല എണ്ടേറ്റിക്കട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അവിടെ നബി തങ്ങൾ ചുന്തന്ന ഹദീസ് ഇങ്ങനെ ഏറ്റിക്കട് ഹംസത്തുൻ ലൈസ ലഹും സ്വലാത്ത്. 5 വിഭാഗ ആൾമാർ നിസ്കരിച്ചിട്ടുണ്ടായെങ്കിൽ ആ നിസ്കാരം അള്ളാഹു ആ ഭാഗത്തേക്ക് പോലും നോക്കില്ല. അതിൽ ഒന്നാമത്തേത് അൽ മർഅത്തു സാഖിതത്തു അലാ സൗജിഹാ. മാപ്പിളട്ട അറസാക്കി തെക്കിടങ്കത്തെ പിന്നായി അവൾ നിസ്കരിച്ച നിസ്കാരം അള്ളാഹു വേണ്ടാണ്ട് ഏറ്റിക്കിട്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭർത്താവിട്ട് അവളുടെ മാപ്പിളട്ട അവൾക്ക് ഒരുപാട് കടമകളാക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ ഇൻഷാ അല്ലാഹ് ഇതിനൊരു ക്ലാസ്സിൽ ഞങ്ങൾക്ക് വിശദീകരിക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് മാത്രം ചെന്നുകൊണ്ട് പോണ്ടേ. ആ മാപ്പിളട്ട കലട്ടാക്കണക്കത്തെ പെഞ്ഞായി ഒരു നാല് ജാവ് മീറ്റ് മാപ്പിളട്ട കലട്ടാക്കിയിട്ട് കിടന്നുണ്ടായെങ്കിൽ സുബൈത്തോളു മലായിക്കത്ത് ശാപ്പക്കിട്ട് മലായിക്കത്ത് ഈ പെണ്ണിക്ക് ശാപ്പക്കിട്ടുണ്ട് ശപിച്ചുകൊണ്ടിരിക്കുകയാണേറ്റിക്കിട് മഹാന്മാർ ഹദീസിൽ പടിപാടി തണ്ട്. അപ്പോൾ മാപ്പിളട്ട കലട്ടാക്കിയിട്ട് മാപ്പിളയുടെ പിർസ ഇല്ലാണ്ട് മാപ്പിളട്ട അറസത്തിൽ കിടങ്കത്തെ പെണ്ണ് ആ പെണ്ണ് നിസ്കരിക്കുന്ന നിസ്കാര അള്ളാഹുക്ക് വേണ്ടാണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഞങ്ങൾക്ക് പടിപാട്ടിത്തണ്ട്. മാപ്പിളക്ക് പെഞ്ഞിട്ടുള്ള കടമ പെഞ്ഞിക്ക് മാപ്പിളായിട്ടുള്ള കടമ എന്തെല്ലാണ്ട് ഞങ്ങൾ വേറൊരു ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് പഠിക്കാം. അപ്പൊ രണ്ടാമത്തെ ആൾ അള്ളാഹു നിസ്കാരം സ്വീകരിക്കാത്ത രണ്ടാമത്തെ വിഭാഗം വൽ അബ്ദുൽ ആബികു മിൻ സയ്യിദിഹി ഹത്താ യർജിഅ. യജമാനുടെ സമ്മതം ഇല്ലാണ്ട് ഓടിപ്പോയെങ്കിത്തെ അടിമ. അള്ളാഹു ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിശ്ചയിച്ചു തന്നറല്ലേ. അടിമയായിട്ട് ജീവിക്കുന്ന ടൈമുള്ളൂ ഉടമസ്ഥനായ ആ യജമാനുടെ സമ്മതം ഇല്ലാണ്ട് എവിടെയും പോകും തീറ. ഒരു സമയം ഞങ്ങൾ പോയിണ്ടായെങ്കിൽ തിരിച്ച് പണ്ടോടുത്തോളം നിസ്കരിക്കണമെങ്കിൽ ഒരു നിസ്കാരവും അള്ളാഹുക്ക് വേണ്ടാണ്ട് ഏറ്റിക്കിടുന്ന നബി തങ്ങൾ പഠിപ്പാട്ടിലോ. മൂന്നാമത്തേത് വൽ മുസ്വാരിമു ലാ യുകല്ലിമു അഖാഉ ഫൗക 3 അയ്യാമിൻ. 3-4 കാട്ടി ജാസ്തി അറസത്തിൽ തെക്കിട മനുഷ്യര നിസ്കാരം അള്ളാഹു വേണ്ട. തൻ്റെ മുസ്ലിമായ സഹോദരൻ അവനിട്ട് എന്തെങ്കിലും ഒരു വിഷയത്തിൽ കാരണം ഇന്നിട്ടാ ഇല്ലാണ്ട എന്തെങ്കിലും ഒരു പിണങ്ങിയിട്ട് അറസത്തിൽ തെച്ചുണ്ടായെങ്കിൽ അത് 3 നാളുടെ ഉള്ളിൽ പോയിട്ട് അത് ശരിയാക്കണം. കടപാടാണെങ്കിൽ കൊടുത്തു തീർക്കണോ, അല്ലെങ്കിൽ തെച്ചിട്ട് തീർക്കരുത്, സിറ്റിംഗ് ആക്കി തീർക്കരുതാണെങ്കിൽ സിറ്റിംഗ് ആക്കി തീർക്കണോ. 3 നാളുടെ കാണ്ടി ജാസ്തി അത് ഗുണവ് തീറ. 3 നാളുടെ കാണ്ടി ജാസ്തി ഗുണപോയുണ്ടായെങ്കിൽ പിന്നെ അവിടെ അള്ളാഹുടെ ഷാപ്പായിട്ട് ബണ്ടേ മലായിക്കത്തിരെ ലാനത്തായിട്ട് കിട്ടേ. ആ മനുഷ്യ 3 നാളിൽ പിന്നെ അവന് ഒരു മുസ്ലിമായ മനുഷ്യ അറസാക്കി തെച്ചുണ്ടായെങ്കിൽ ആ ടൈമിൽ നിസ്കരിക്കുന്ന ഒരു നിസ്കാരവും അള്ളാഹുക്ക് വേണ്ട. കാരണം എൻ്റെ തൃപ്തിയില്ലാത്ത അടിമേറ്റിക്കൽ അള്ളാഹുടെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവനക്ക് തൃപ്തിയില്ലാണ്ട് അള്ളാഹുടെ ശാപ കിട്ടിക്കൊണ്ടിരിക്കുന്ന ടൈമിലോ എത്ര നിസ്കരിച്ചെങ്കും അള്ളാഹു വേണ, അള്ളാഹു വേണ്ടാണ്ടേറ്റിക്കട്. അപ്പൊ അള്ളാഹു ആ 3 നാളുടെ കാണ്ടി അറസത്തിൽ തെക്കടങ്കത്തെ ആൾമാരെ ആ നിസ്കാര അള്ളാഹു സ്വീകരിക്കില്ലാണ്ടേറ്റിക്കട്. അത് അള്ളാഹു വേണ്ടാണ്ടേറ്റിക്കട് നബി തങ്ങൾ പഠിപ്പാട്ടിരോ. നാലാമത്തേത് മുതുമിനുൽ ഖംറ്. കള്ള് കുടിക്കലെങ്കത്തെ മനുഷ്യന്മാർ സുബ്ഹാനല്ലാഹ്. എത്രയോ ആൾമാർ ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ ഉള്ളാറല്ലേ. ലക്കും ലെവലുമില്ലാണ്ട് ബാറുകും അല്ലാത്തോടും പോയിട്ട് പരിശുദ്ധമായ ഇസ്ലാം ഹറാമാക്കിയ ഡ്രിങ്ക്സ് കള്ളെല്ലാം കുടിച്ചിട്ട് മസ്താന്മാരായിട്ട് എവിടെയെല്ലാം പോകുന്നിട്ടിക്കണക്കത്തെ ഒരു സാഹചര്യ ഉണ്ട് ഞങ്ങളുടെ സമുദായത്തിലും. അത് വ്യാപകമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാലമായിട്ടേക്കട് ഇങ്ങനെ കള്ള് കുടിക്കണക്കത്തെ ആൾമാർ, ഇസ്ലാം ഹറാമാക്കിയ ഡ്രിങ്ക്സിന് അഡിക്റ്റ് ആയിട്ട് പോണ്ട ആൾമാർ അങ്ങ് നിസ്കരിക്കുന്ന നിസ്കാരം അങ്ങ് ബോധം ഇന്ന ടൈമിൽ ബോധം ഇല്ലാത്ത അങ്ങ് നിസ്കാരം ഇല്ലല്ലേ. ലക്കും ലെവലില്ലാത്ത അങ്ങനെ നിസ്കരിക്കണോ. അപ്പോൾ ബോധം വന്ന ടൈമിൽ നിസ്കരിക്കുന്ന നിസ്കാരം എന്തും അള്ളാഹുക്ക് വേണ്ട. കാരണം എന്തേ കള്ളു കുടിയ നിസ്കാര അള്ളാഹു എന്ത് നിസ്കാര ചൊല്ലുള്ളത് നങ്ങ നല്ലാവുമേനായിട്ട് ഇട്ടിക്കട്. നങ്ങ നല്ലായെങ്കിൽ മാത്രം ഇട്ടിക്കട്. നങ്ങ നല്ല സാഹചര്യത്തിൽ എന്തെങ്കിൽ മാത്രം ഇട്ടിക്കട്. റബ്ബുക്കും ആ നിസ്കാരം വേണ്ടേ. ഇത് കള്ളു കുടിച്ചിട്ട് അള്ളാഹു നിഷിദ്ധാക്കി ഇങ്ങനത്തെ കാര്യത്തിൽ ഏർപ്പെട്ടിട്ട് കള്ളുടെ അടിമയായിട്ട് ജീവിക്കുന്ന ആൾമാരെ നിസ്കാര അള്ളാഹുക്ക് വേണ. ഒരിക്കലും അള്ളാഹുക്ക് വേണ്ടാണ്ട് ഏറ്റിക്കട് ഹബീബായ തങ്ങൾ വഴിപാട്ടെ. 4-മത്തെ വിഭാഗം അത് ഏറ്റിക്കട് നബി തങ്ങൾ 5-മത്തെ വിഭാഗത്തെ വഴിപാട്ടിത്തണ്ട്. ഇമാമു ഖൗമിൻ യുസല്ലി ബിഹിം വഹും ലഹു കാരിഹൂൻ.
ഒരു സമുദായத்துக்கு ഇമാമത്ത് നിക്കട ആൽമാർ ആ ഇമാമത്തിന്റെ ബാക്കിൽ നിന്നിട്ട് നിസ്കരിക്കലത്തെ മാമൂമീങ്ങ ആ മാമൂമിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മനസ്സിൽ ഈ ഇമാമുടെ വെറുക്കിടാറ് ഇമാമുട്ടെ പിർസയില്ല ഉറക്ക നിസ്കാര നിപ്പാട്ടിങ്ങമയോ ചുരുടെങ്കത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കത്തെ ഒരു ഇമാമു ആ ഇമാമുടെ നിസ്കാര അള്ളാഹു സ്വീകരിക്കില്ലാണ്ടായിട്ടേക്കിട് ഇത് നിവിധങ്ങ സ്പഷ്ടമായ താക്കീത്ത് ഇമാമു നിക്കടെങ്കത്തെ ആൽമാർക്ക് സ്പഷ്ടമായ താക്കീത്തേക്കിട് ഞങ്ങൾ നിസ്കരിക്കുന്ന ടൈമിലോ ഞങ്ങളെ ബാക്കിൽ ഇമാമത്ത് നിൽക്കുന്ന ആൽമാർ ജാഗ്രതാക്കണോ ആ ഇമാമുടെ ബാക്കിൽ നിസ്കരിക്കുന്ന ആൽമാരുടെ കൂട്ടത്തിൽ വയസ്സിറങ്ങിക്കുവാർ രോഗിങ്ങയ്ക്കുവാറ് നിക്കോ തീരാത്തങ്ങയ്ക്കുവാറ് റോഡ് സൈഡ് പള്ളിയാണെങ്കിൽ പ്രത്യേകിച്ച് ജാഗ്രതാക്കണമെങ്കിൽ ഒരു വിഷയ എന്തെങ്കിലും ഒരു അകത്യത്ത് ഏതോ ഒരു അർജന്റ് പോണ്ട മനുഷ്യന്മാർ പള്ളി കാണുമ്പോൾ പള്ളിക്ക് 10 റേറ്റിക്കോ നിസ്കരിക്കുക 12 റേറ്റിക്കോ അപ്പം അങ്ങ് കുറേ ദീർഘമായിട്ട് നീട്ടിട്ട് നിസ്കരിച്ചിട്ട് അങ്ങക്ക് വെറുപ്പുണ്ടാക്കണമെങ്കിൽ അങ്ങ് ബച്ചലുണ്ടാക്കണമെങ്കിൽ ഒരു കാര്യമാണ് നിങ്ങൾ നിസ്കാരത്തിൽ ബണ്ടുണ്ടായെങ്കിൽ അങ്ങനത്തെ ഇമാമുടെ നിസ്കാരം അള്ളാഹു വേണ്ടാണ്ടായിട്ടേക്ക് നബി തങ്ങ പടിപ്പാട്ടിരെ പ്രത്യേകിച്ച് എല്ലാ ഇമാമിങ്ങും ശ്രദ്ധിക്കുന്ന ഒരു വിഷയ എത്ര സഹലായിട്ട് എത്ര ഈസി ആയിട്ട് ഒരു ചുമ്മ ഓവർ സ്പീഡും അല്ലാണ്ട് ചുമ്മ നീട്ടാണ്ടും സമാധാനത്തോടുകൂടി മാധ്യമമായ രൂപത്തിൽ ഒരു മീഡിയം രൂപത്തിൽ എല്ലാ ആൾമാർക്കും റാഹത്താവിടെ എങ്കിത്തെ രൂപത്തിൽ നിസ്കാരായിട്ടിക്കട് ഇമാമിങ് നിസ്കരിക്കടേ ഇനി അങ്ങനെ നിസ്കരിച്ചില്ല ബാക്കിന്നെ മാമൂമിങ് എന്ത് ബെനങ്ങാവട്ട് സ്ലോ ആയിട്ട് ഭയങ്കര പജയിട്ടിട്ട് സ്ലോ പോയിട്ട് നിസ്കരിക്കണേ സാഹചര്യം പറയുമ്പോൾ ബാക്കിൽ നിന്ന് മാമൂമിങ് ഇമാമുടെ വെറുക്കിടാറ് റബ്ബെ ഉറക്ക ഈ ഇമാം നിപ്പാട്ടിമയോ ചൊല്ലുടെങ്കത്തെ ഒരു സാഹചര്യം ഒരു ഇമാമുടെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുണ്ടായെങ്കിൽ ആ ഇമാമുടെ നിസ്കാര അള്ളാഹു വേണ്ടാണ്ടായിട്ടേക്കിട് ഹബീബായ തങ്ങ പടിപ്പാട്ടിരെ ഈ 5 വിഭാഗ ആൾമാരെയും നിസ്കാര അള്ളാഹു വേണ്ട ഞാൻ once again റിപ്പീറ്റ് ആക്കിക്കൊണ്ടില്ല മാപ്പിലട്ട ഗലട്ടാക്കിയിട്ട് മുണ്ടാണ്ടത് ചെങ്കത്തെ പിഞ്ഞായി അതുപോലെ ഉടമസ്ഥനായ ആളുടെ സമ്മതില്ലാണ്ട് ഓടിപ്പോയിട്ട് വന്നെങ്കത്തെ അടിമ അതുപോലെ മൂന്നാമത്തേത് ചങ്ങായിട്ട അല്ലെങ്കിൽ മുസ്ലിമായ സഹോദരൻട്ട 3 നാളുടെ കാണ്ടി ജാസ്തി അറസാക്കി വെച്ചോണു അതുപോലെ കള്ളു കുടിക്കണോണു ഇമാമു നിന്നിട്ട് മാമൂമീങ്ങ സാപ വെക്കിടങ്കത്തെ അതുപോലെ വെറുക്കിടങ്കത്തെ ഇമാമു ഈ 5 വിഭാഗത്തെ നിസ്കാര അള്ളാഹു സ്വീകരിക്കില്ലാണ്ടായിട്ടേക്കിട് ഇമാമീങ്ങ ഞങ്ങൾ പടിപ്പാട്ടിൽ നബി തങ്ങൾ ഞങ്ങൾ പടിപ്പാട്ടിൽ അർഹമുറാഹിമായ അള്ളാഹുവേ ഈ 5 വിഭാഗ ആൾമാരിലും ഞങ്ങളെ നീ പെടുത്തണ്ട റബ്ബേ നിനക്ക് ഇഷ്ടപ്പെടുന്ന നീ ഞങ്ങളെ പൊരുത്തപ്പെടുന്ന രൂപത്തിലുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ അള്ളാഹുവെ നീ ഞങ്ങളെ പെടുത്തനെ അള്ളാഹ് ഞങ്ങളെ ഉമ്മ ഞങ്ങളെ അബ്ബ ഞങ്ങളെ പെഞ്ഞൈ ഞങ്ങളെ മക്ക ഞങ്ങളെ ഏലങ്ങമൂത്തങ്ങ അലിയക്കമാർ കുടുംബത്തങ്ങ അള്ളാഹുവെ പഠിക്കണ കാലം മുതൽ ഈ നിമിഷത്തോറും ഞങ്ങൾക്ക് ചോറ് തന്നങ്ങ ഭക്ഷണം തന്നങ്ങ കിതാബ് തന്നങ്ങ ഡ്രസ്സ് തന്നങ്ങ വാഹനങ്ങൾ തന്നങ്ങ അള്ളാഹുവെ ഈ ദർസ് ഈ റായത്ത് ദർസ് ഇവനായിട്ട് കഷ്ടപ്പെട്ട് ഈ റായത്തങ്ങ ചോറ് തൻ്റെ ഉമ്മമാർ ബാംഗ്ലൂർ കമ്മിറ്റി ഗൾഫ് കമ്മിറ്റി തങ്ങ അള്ളാഹു എല്ലാ ആൾമാർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ ഞങ്ങളെ ഹാദി ഡെയിലി ടോക്ക് ചൊല്ലുടെങ്കിൽ ഈ ക്ലാസ് നിരന്തരമായിട്ട് കേട്ടോണ്ടും ബാക്കി ആൾമാർക്ക് എത്തുപാട്ടി കൊടുത്തോണ്ടില്ലെങ്കിൽ എല്ലാ ആൾമാർക്കും നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ സന്തോഷം കൊടുക്കണേ അല്ലാ റാഹത്ത് കൊടുക്കണേ അല്ലാ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാ പെൺമക്കളെ മഹിളാവ് വയസ്സ് എത്തിയുള്ള അള്ളാഹുവെ അനുയോജ്യമായ പുതിയാപ്പിള എത്തുപാട്ടി കൊടുക്കണേ അല്ലാ കടങ്ങൾ നീ വീട്ടിൽ കൊടുക്കണേ അല്ലാ മരിച്ചുപോയ ഞങ്ങളെ പള്ളിയുടെ പരിസരത്തുള്ള മരിച്ചു കിടക്കണങ്ങ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ ആമീൻ റഹ്മത്തിക്ക യാ റഹ്മാൻ